ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഇന്ന് ആഗോള തിരുസഭ സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിൻ്റെ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. സകല വിശുദ്ധരുടെയും തിരുനാൾ തിരുസഭയ്ക്ക് ഏറെ അനുഗ്രഹത്തിൻ്റെ ദിനമാണ്. ഈ ലോക ജീവിതത്തിൽ ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ജീവിച്ച് വചനത്തിന് സാക്ഷിയായി അനേകം ജീവരക്തം നൽകി ദൈവത്തോടുള്ള സ്നേഹവും തിരുസഭയോടുള്ള വിധേയത്വവും വെളിപ്പെടുത്തിയ ഒരുപിടി ശുദ്ധരായ മനുഷ്യർ. ഇവർ വളരെയേറെ കഷ്ടതകൾ സഹിച്ച് വന്നവരാണ്. അവരനുഭവിച്ച കഷ്ടതകൾ മനുഷ്യന് വർണ്ണിക്കാൻ കഴിയാത്തതിലും അപ്പുറമാണ്. യേശു പറയുന്നുണ്ട്, പച്ചമരത്തോട് അവർ ഇപ്രകാരം ചെയ്തുവെങ്കിൽ ഉണക്കമരത്തോട് അവർ എന്തധികമായി ചെയ്യുകയില്ല. നമുക്ക് മുൻപേ കടന്നുപോയ രക്ഷകനും നാഥനുമായ ക്രിസ്തു ഈ ഭൂമിയിൽ ഏറെ സഹിച്ചുകൊണ്ട് രക്തം ചിന്തിക്കൊണ്ട് ലോകത്തിന് രക്ഷപ്രദാനം ചെയ്തു. ആ ഗുരുവിനെ അനുധാവനം ചെയ്യാൻ വിളിക്കപ്പെട്ടവരുടെ വഴിയും അതുതന്നെയാണ്. ക്രിസ്തുവിന് സാക്ഷിയാവുക, ധീരതയോടെ സാക്ഷിയാവുക. യേശുവിൻ്റെ അപ്പോസ്തലന്മാർ ധീരതയോടുകൂടി നൽകിയ സാക്ഷ്യത്തിൻ്റെ അടയാളമാണ് തിരുസഭയിൽ ഇന്നും വിശ്വാസത്തിൻ്റെ ദീപം കെടാതെ നിലകൊള്ളുന്നത്. അവർ സ്വന്തം ജീവരക്തമാണ് അതിന് വിലയായി നൽകേണ്ടി വന്നത്. ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമായി നമുക്ക് ക്രിസ്തുവിന് സാക്ഷിയാകുവാൻ, ആ രക്തം ചിന്തേണ്ടി വന്നാലും അഭിമാനത്തോടുകൂടി അത് നിറവേറ്റുവാനും നിത്യപിതാവിൻ്റെ സന്നദ്ധയിൽ നമുക്കിടമുണ്ടെന്ന ബോധ്യം ഈ വിശുദ്ധ ദിനം നമ്മെ പ്രത്യേകമായി അനുസ്മരിക്കുന്നു. സകല വിശുദ്ധരുടെയും തിരുനാൾ തിരുസഭ നൽകുന്ന മറ്റൊരു സാക്ഷ്യം, യഥാർത്ഥത്തിൽ തിരുസഭ ഔപചാരികമായി വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കാത്ത അനേക വിശുദ്ധർ നമ്മുടെ ഇടയിലുണ്ട്. ഒരുപക്ഷെ നമുക്ക് ജന്മം നൽകി നമ്മെ സ്നേഹപൂർവ്വം പരിപാലിച്ച നമ്മുടെ വത്സല മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, നീതിപൂർവ്വം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെട്ട് ജീവിച്ച ഒരുപിടി നല്ല മനുഷ്യർ, അവരൊക്കെ വിശുദ്ധരാണ്. സഭ വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കാത്തവരും അനേകർ വിശുദ്ധരായുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയാണ് തിരുസഭ ഈ ദിനം മാറ്റിവെച്ചിരിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പോലെ യേശു മലമുകളിലെ പ്രസംഗത്തിൽ പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശപ്പെടുത്തും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെപ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധമായ തിന്മകൾ നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സത്യമാണ്, ഈ പ്രതിഫലത്തെയാണ് ഈ ദിനം സകല വിശുദ്ധരുടെയും ദിനമായി ആഘോഷിക്കുക. സ്വർഗം ഈ ഭൂമിയിൽ അവർ സഹിച്ചതിന്, അവർ സ്നേഹിച്ചതിന് നൽകിയ വലിയ പ്രതിസമ്മാനം, അത് സ്വീകരിക്കുന്ന സ്വർഗീയ മഹത്വത്തിൻ്റെ അടയാളമാണ് ഓരോ വിശുദ്ധരും. അവർ ഭൂമിക്ക് വേണ്ടി, അവരിന് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിലൂടെ നാമും അനുഗ്രഹീതരായിത്തീരുന്നു. സകല വിശുദ്ധരുടെയും മഹത്തായ മാധ്യസ്ഥം നമുക്ക് തുണയാകട്ടെ. അവിടെ ജീവിത മാതൃക സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഈ ദിനം സ്വർഗം നമുക്ക് അനുഗ്രഹം നൽകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.